ഓക്കെ ഗൈസ്, റേഡപ്ത്ത് എന്താണെന്നാണ് നമ്മളിനി പഠിക്കാൻ പോണത്. അതായത് നമ്മളിപ്പോൾ പഠിച്ച അർണോൾഡിൻ്റെ സാമ്പിളിങ് സെക്ഷനാണ്. ഈ സാമ്പിളിങ് സെക്ഷനും അതേപോലെ തന്നെ നമ്മുടെ റേഡപ്ത്തും തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട്. അത് ആ ഫസ്റ്റ് ക്വാളിറ്റി കൂട്ടുമ്പോൾ മാത്രമാണ് കേട്ടോ. ഈ റേഡപ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്: ഡയറക്റ്റ് ഇലുമിനേഷൻ, ഇൻഡയറക്റ്റ് ഇലുമിനേഷൻ. അതായത് ഒരു പ്രകാശ ഊർജ്ജത്തിൽ നിന്നും ഒരു പ്രതലത്തിൽ തട്ടി അത് ഡയറക്റ്റ് ക്യാമറയിലേക്ക് പോണതാണ് ഡിഫ്യൂസ് സാമ്പിൾസ് ഡിഫ്യൂസ് റേ വാല്യൂ 0. ഓക്കെ, ഡയറക്റ്റ് പോണത്. ഓക്കെ, കാരണം അത് ഡയറക്റ്റ് ആണ് പോണത്. അതിന് വേറെ പ്രത്യേകിച്ച് റെൻഡറിങ് ടൈം എക്സ്ട്രാ എടുക്കുക കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാൽക്കുലേഷൻ ടൈം വളരെ കുറവായിരിക്കും. അത് ഈ ഇമേജിൽ ഇവർ കുറച്ച് കാര്യങ്ങൾ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഞാൻ അതിനെല്ലാം വ്യക്തമായിട്ട് കാണിച്ചു തരാം. അതായത് ഇൻഡയറക്റ്റ് എലിമിനേഷൻ അല്ലെങ്കിൽ എന്താ പറയുക, ഈ പറഞ്ഞ മാതിരി ബൗൺസിങ് ഇവിടെ കാണിക്കുന്നുണ്ട് സെറ്റപ്പ്. ഇതാണ് ഇൻഡയറക്റ്റ് എലിമിനേഷൻ. അതായത് അതാണ് റേഡപ്ത്ത് ഒന്നാക്കിയുള്ള ഗുണം. റേഡപ്ത്ത് ഒന്നാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്രകാശോർജ്ജത്തിൽ നിന്നും ഒരു പ്രതലത്തിൽ തട്ടി അത് മറ്റൊരു പ്രതലത്തിൽ തട്ടി അത് കണ്ണിലേക്ക് എത്തുമ്പോൾ അതൊരു ബൗൺസായി. 2 ബൗൺസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡിഫ്യൂസ് വാല്യൂ 1 ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ഇവിടെ തട്ടി ഇത് ഇവിടെ തട്ടി വേറെ സ്ഥലത്ത് തട്ടിയിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആ ലൈറ്റ് ക്യാമറയിൽ കാണില്ല. കാരണം അത് കാണാനുള്ളത് നമ്മൾ കൊടുത്തിട്ടില്ല. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ ബൗൺസിങ് റേഡപ്ത്തും ബൗൺസും തമ്മിൽ സെയിം ആണ്. അതായത് എത്ര ബൗൺസ് വേണം അതാണ് ഈ നമ്പേഴ്സ്. ഓക്കെ, ഫസ്റ്റ് ബൗൺസ്, സെക്കൻഡ് ബൗൺസ്, സെക്കൻഡ് ബൗൺസ് ആകുമ്പോൾ ഇവിടം വരെ ഉള്ളത് കാണും. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് കാണും. ഇവിടെ നിന്ന് ഇവിടേക്കുള്ളത് കാണും. പക്ഷെ ഇത് കാണില്ല. നമ്മൾ 3 ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുമുള്ളത് കാണും. ഓക്കെ, അതാണ് റേഡപ്ത്ത്. ചുമ്മാ നിങ്ങൾ എന്താ പറയുക, ഗ്ലോബൽ ഇലുമിനേഷൻ ആൻഡ് പാത്ത് ട്രേസിംഗ് അടിച്ചാൽ മതി. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനൊന്നുമില്ല, എന്നാലും നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ആദ്യം തന്നെ ഡിഫ്യൂസ് റേഡപ്ത്തിനെ കുറിച്ചിട്ട് നോക്കാം. ഇവിടെ അർണോൾഡിൻ്റെ സൈറ്റിൽ നിന്ന് നമുക്കൊരു സീൻ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ആ സീൻ വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് സാമ്പിൾ കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, ഇതാണ് ആ സീൻ. ആ സീനിൽ ഞാൻ ഡിഫ്യൂസ് റേഡപ്ത്ത് 0 കൊടുത്തു. കാരണം ഇതിൽ ഡിഫ്യൂസ് മെറ്റീരിയൽ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാം ഇതിൻ്റെ ഡയറക്റ്റ് ഹിറ്റ് ചെയ്തിട്ട്, അതായത് നമ്മുടെ പ്രകാശോർജ്ജത്തിൽ നിന്ന് പ്രകാശം ഒരു പ്രതലത്തിൽ തട്ടി ഡയറക്റ്റ് ക്യാമറയിലേക്ക് വരുന്നത് മാത്രമേ നമുക്ക് കാണാവുള്ളൂ. അതായത് ഫസ്റ്റ് ഇലുമിനേഷൻ മാത്രം. ബൗൺസുകളൊന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഓക്കെ, ഇനി ഞാനിതിൻ്റെ വാല്യൂ 1 ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഡാർക്കറായിരുന്ന ഏരിയകളൊക്കെ ഇപ്പോൾ കാണാൻ വരുന്നുണ്ട്. അതായത് ഫസ്റ്റ് ബൗൺസ് നടന്നു, ഒരു പ്രതലത്തിൽ തട്ടി അടുത്ത പ്രതലത്തിൽ തട്ടി, അതാണ് ബൗൺസ്, ഫസ്റ്റ് ബൗൺസ്. മറ്റേത് ഇലുമിനേഷൻ. അങ്ങനെ എന്തെങ്കിലും ആയിട്ട് മനസ്സിലാക്കട്ടോ. എങ്ങനെ കറക്റ്റായിട്ട് പറഞ്ഞുതരാമെന്ന് അറിയില്ല. ഓക്കെ, പക്ഷേ നമുക്ക് ഇവിടെ ഇതൊന്ന് ക്ലിയറായാൽ കാണാം. ഇവിടെ ചെറിയ ഇരുട്ട് കാണാം. നമുക്ക് ഒന്ന് റെൻഡർ ചെയ്യാം, ഇച്ചിരിയും കൂടി വലുതാക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം കുറച്ച് ഇരുട്ട്. ഞാൻ ഈ റെൻഡറിങ്ങിൻ്റെ റെസൊല്യൂഷൻ കുറച്ച് കൂട്ടാം. ഇപ്പോൾ എത്ര എടുക്കണേ? അത് തീരെ കുറവാണ്. ഇപ്പോൾ HD ആക്കി. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഏരിയ കുറച്ചും കൂടി ഡാർക്കായിട്ടുണ്ട് അല്ലേ? അതെ, കുറച്ച് ഏരിയ കൂടി ഡാർക്കായിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഡിഫ്യൂസ് സാമ്പിൾസ് 3 കൊടുത്ത് നോക്കിയാൽ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇച്ചിരി കൂടെ ക്ലിയർ ആവും. ഞാനത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. വ്യക്തമായിട്ടൊരു ഇമേജ് കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് റൂം ഗൈഡ് മോഡൽ
Raydepth. ഇത് Raydepth വാല്യൂ Raydepth കൂട്ടുമ്പോൾ റെൻഡറിങ് ടൈം കൂടുതൽ വരും കേട്ടോ. ഇത് നമ്മൾ Raydepth വാല്യൂ 0 കൊടുത്തപ്പോൾ ഉള്ള നമ്മൾ കണ്ട പോലത്തെ ഇമേജ്. ഇത് Raydepth വാല്യൂ 1 കൊടുത്തപ്പോൾ ഇമേജ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എത്ര ബൗൺസ് വേണം, അതായത് എത്ര സ്ഥലത്ത് പോയി ഇടിച്ച്. മാക്സിമം ഒരു 3 അല്ലെങ്കിൽ 4, 5 ആ റേഞ്ചിൽ മതിയാവും. 3 സാധാരണ ഡിഫോൾട്ട് സെറ്റിങ്സിൽ വരിക. നമ്മുടെ സീനിനനുസരിച്ച് നമ്മൾ മാറ്റിയിടും. ഇപ്പോൾ കണ്ടമാനം ഡാർക്ക് ഏരിയയൊക്കെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് അതൊക്കെ ഹൈ ലെവൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ക്വാളിറ്റി ലെവലിലേക്കൊക്കെ വരുമ്പോഴാണ് അത്തരത്തിലുള്ള ഇതുകൾ ചെയ്യുക. ഓക്കെ, ഇതാണ് ഡിഫ്യൂസ് Raydepth. ഓക്കെ, ഇനി Raydepth കളർ വെച്ചിട്ടുള്ള ഒരു ഇത് കാണിച്ചു തരാം. ഇത് 0 ആണ്. ഓക്കെ, ഡോറ് ഇതിപ്പോൾ സെക്കൻഡ് ബൗൺസ്, അതായത് ഡോറുമ്പോൾ തട്ടിയിട്ടാണ് ഈ വെളിച്ചം ഇവിടെ വരണത്. അത് കാരണം ഇപ്പുറത്തേക്കില്ല. അപ്പോൾ ഇത് Raydepth 1 ഇനി 2 ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വെളിച്ചം വരും. അതായത് ഇത് 2 ഇട്ടിട്ടുള്ള റെൻഡറിൽ കണ്ടോ, ഇവിടെയൊക്കെ അത്യാവശ്യം വെളിച്ചം കാണുന്നുണ്ട്. അതാണ് ഡിഫ്യൂസ് Raydepth, അതായത് ഡിഫ്യൂസിൽ മാത്രം കേട്ടോ. അടുത്തത് നമുക്ക് ഏതിൽ നോക്കാം. അടുത്ത നമുക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത നമുക്ക് സ്പെക്കുലാറിൽ നോക്കാം. സ്പെക്കുലാറിൽ നമുക്ക് തന്നെ ഒരു സീൻ ഉണ്ടാക്കാം. ഇപ്പോൾ ഈ ഞാൻ മെറ്റീരിയൽ അപ്ലൈ ചെയ്തൊന്നും നോക്കണ്ട, അതൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇതാണ് മെറ്റീരിയൽ. അതായത് ഇതിപ്പോൾ നിങ്ങൾക്ക് ഇത് എന്താ പറയുക, ഒരു ഇതായിട്ടൊക്കെ ഇപ്പം ഇങ്ങനെ കാണുള്ളൂ. കാരണം നമ്മളിത് എന്താ പറയുക HDRI ഇട്ടിട്ടില്ലല്ലോ. HDRI ഇടാത്ത കാരണം നമുക്ക് ഇതിലെ എന്താ പറയുക ഡാറ്റ ഇങ്ങനെ കാണാം. അതായത് റിഫ്ലക്ഷൻസും വേറെ കാര്യങ്ങളൊന്നും നമ്മൾ വെച്ചിട്ടില്ല. അതുകൊണ്ട് ഇതിങ്ങനെ കാണാം. ഇപ്പം നമുക്കൊരു D അമർത്തി ഇത് മുകളിലെടുത്ത് വെച്ചാൽ അതെല്ലാത്തിലും കാണും. എന്നിട്ട് സ്പേസ് കൂട്ടിയിട്ട് മെറ്റീരിയൽ ആട്രിബ്യൂട്ട്സ് ഇതൊന്നും നോക്കണ്ട കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ചുമ്മാ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി. ഓ മൈ ഗോഡ്, നമ്മൾ ഇതിന് വേറെ മെറ്റീരിയൽ ഇടണമായിരുന്നു. ആ സെയിം മെറ്റീരിയൽ ഇട്ടപ്പോൾ എല്ലാം കൂടി മാറിപ്പോയി. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ബലൂണിൻ്റെ ഇതിവിടെ കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഒരു സ്ഫിയർ ഇതിൽ കാണുന്നുണ്ട് അല്ലേ. പക്ഷേ അടുത്ത സ്ഫിയർ ഇതിൽ ബ്ലാക്ക് ആയിട്ട് കാണുന്നത്. അതാണ് Raydepth ട്രാൻസ്മിഷൻ. സാമ്പിളിംഗ് സെക്ഷൻ അല്ല, Raydepth ട്രാൻസ്മിഷൻ. ഓക്കെ, Raydepth നേരത്തെ ഡിഫ്യൂസിൽ അങ്ങനെയാണോ? Raydepth ട്രാൻസ്മിഷൻ, സ്പെക്കുലാർ. ട്രാൻസ്മിഷൻ അല്ല, സ്പെക്കുലാർ. ഇനിയിപ്പോൾ ഇവിടെ ഞാൻ ഇതിപ്പോൾ പൂജയാക്കിയപ്പോൾ നിങ്ങൾക്ക് കണ്ടില്ലേ, അതിലെ ഈ സ്ഫിയർ ബ്ലാക്ക് ആയിട്ട് കാണുന്നത്. അതായത് ആ ഒരു റേ എടുത്തിട്ടില്ല, അതായത് ഡെപ്ത് എടുത്തിട്ടില്ല, ആ ഒരു റേൻ്റെ ബൗൺസ് എടുത്തിട്ടില്ല. നമ്മൾ അത് ഓഫ് ചെയ്തു, നമ്മളിവിടെ അത് കൺട്രോൾ ചെയ്തു. ഓക്കെ, ഇനി ഇത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. ഇവിടെ ഞാൻ 1 കൊടുക്കുമ്പോൾ ഈ സ്ഫിയർ ഇതിൽ കാണുന്നുണ്ട്. പക്ഷേ ഈ സ്ഫിയറിൻ്റെ തന്നെ റിഫ്ലക്ഷൻ ഇതിൽ കാണുന്നുണ്ട്. പക്ഷേ അത് ഇതിൽ നിന്ന് തട്ടിയിട്ട് ഇതിലേക്ക് പോകുമ്പോൾ ബ്ലാക്കായി പോയി. മനസ്സിലായോ? അത് ഞാൻ 2 കൊടുക്കുമ്പോൾ അതും ക്ലിയറായി. പക്ഷേ അതിൻ്റെ ഉള്ളിലെ സ്ഫിയർ ഒരെണ്ണം കൂടിയുണ്ട്. അതായത് നമ്മൾ റെൻഡറിങ്ങിൻ്റെ റെസൊല്യൂഷൻ തീരെ കുറച്ചിട്ട കാരണമാണ് അങ്ങനെ കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഉള്ളിൽ ഇനിയും സ്ഫിയറുകൾ ഉണ്ട്. അപ്പോൾ അത് 3 ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും ക്ലിയർ ആവും. ഇതിപ്പോൾ നമ്മളിങ്ങനെ എത്ര കൂട്ടണോ അത്ര ഇത് ക്ലിയറായി പോകും. ഓക്കെ, അതാണ് സ്പെക്കുലാർ സാമ്പിൾസ്, സ്പെക്കുലാർ ബൗൺസ് അല്ലെങ്കിൽ Raydepth. ഓക്കെ, എനിക്ക് അത് എപ്പോഴും തെറ്റും. അപ്പോൾ ഇത്രേ ഉള്ളൂ. സ്പെക്കുലാർ അതായത് ഗ്ലോസി സർഫസിൽ എത്ര പ്രാവശ്യം ബൗൺസ് ചെയ്ത് വരുന്ന ലൈറ്റ്സ് വരെ കാണാൻ പറ്റും. അതാണ് സ്പെക്കുലാർ Raydepth. ഇനി ഗ്ലാസ് നോക്കാം. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഗ്ലാസ് നോക്കാം.
അല്ലെങ്കിൽ ഇപ്പോൾ അഥവാ നിങ്ങൾക്കിപ്പോൾ കിട്ടിയില്ലെങ്കിൽ തന്നെ നമ്മൾക്ക് അടുത്ത ഇതിൽ കാണിച്ചു തരാം. ഇച്ചിരിയും കൂടിയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സാമ്പിൾ കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ റെൻഡർ ചെയ്ത പോലത്തെ ഒരു സ്ഫിയറാണ്. ഇതിൽ ഈ ട്രാൻസ്മിഷൻ ഡെപ്ത് 0 ആയ കാരണം ഈ ഗ്ലോസി മെറ്റീരിയലിൻ്റെ റിഫ്ലക്ഷൻ ഇതിൽ കാണുന്നില്ല. മനസ്സിലായോ? ഓക്കെ. ഇനി അത് ഒന്നാക്കിയപ്പോൾ ഈ ഗ്ലോസി മെറ്റീരിയലിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഇതിൽ കാണുന്നുണ്ട്. പക്ഷേ ആ റിഫ്ലക്ഷന്മേ മറ്റ് റിഫ്ലക്ഷനുകൾ വരുന്നില്ല. ഇതിൻ്റെ റിഫ്ലക്ഷൻ ഇതിൽ വരുന്നില്ല. ഇതവിടെ ബൗൺസ് ആവണില്ല, ഗ്ലോസി മെറ്റീരിയലിൻ്റെ മാത്രം. ഇനി അതൊന്നുകൂടി കൂട്ടിയപ്പോൾ ഈ ബോളിൻ്റെ റിഫ്ലക്ഷൻ ഇതിൽ വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കഴിഞ്ഞിട്ടുള്ള റിഫ്ലക്ഷൻ ഇവിടെ കാണാം, ബ്ലാക്ക് ആയിട്ടാണ് വരുന്നത്. അത് നമ്മൾ ഇപ്പോൾ നേരത്തെ കണ്ട പോലെ തന്നെ ഇൻക്രീസ് ചെയ്ത് വന്ന ക്ലിയർ ആയിട്ട് കാണും. പക്ഷേ അത്ര നമുക്ക് ആവശ്യം വരാറില്ല. ഓക്കെ. ഇനി അടുത്തത് ട്രാൻസ്മിഷൻ്റെ കാണിച്ചു തരാനായിരിക്കണം ഏറ്റവും എളുപ്പം. ഇപ്പോൾ എനിക്ക് ഇതിങ്ങനെ കാണാം. നമ്മളിപ്പോൾ എത്ര എണ്ണം വെച്ചിട്ടുണ്ട്? 1 2 3 4 5 6 7 എണ്ണം വെച്ചിട്ടുണ്ട്. 7 എണ്ണം വേണ്ട, 5 എണ്ണം മതി. ഓക്കെ. അപ്പോൾ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാസ് മെറ്റീരിയൽസിനാണ് ട്രാൻസ്മിഷൻ വരുന്നത്. ഓക്കെ. അപ്പോൾ ഗ്ലാസ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെറ്റീരിയലിൻ്റെ ഇവിടെ അടിക്കുമ്പോൾ 1, അതിന് തിക്നെസ് ഉണ്ടെങ്കിൽ 2. ഓക്കെ. അങ്ങനെയാണ് വരിക. ഡീറ്റെയിൽഡായിട്ട് ഞാൻ എന്താ ചെയ്തെടുത്തിട്ടുണ്ടാക്കട്ടെ. ട്രാൻസ്മിഷൻ ഡെപ്ത് 1, അതായത് ഫസ്റ്റ് ബൗൺസ്. ട്രാൻസ്മിഷൻ ഡെപ്ത് 2, സെക്കൻഡ്. ഇവിടെ 3, ഇവിടെ 4. അതായത് തിക്നെസ്സുള്ള ഉള്ളിൽ എംപ്റ്റി ആയിട്ടുള്ള ഒരു ഗ്ലാസ് ആണെങ്കിൽ ട്രാൻസ്മിഷൻ ഡെപ്ത് 4 വേണം അതിനപ്പുറത്തേക്ക് കാണണമെങ്കിൽ. ഓക്കെ. നമുക്ക് ടെസ്റ്റ് അടിക്കാം. ഇതിപ്പോൾ 1 2 ഉള്ളൂ. ഓക്കെ. ഇതിപ്പോൾ ഞാൻ ഇപ്പുറത്തെ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെല്ലാത്തിനും ഞാൻ ഗ്ലാസ് മെറ്റീരിയൽ കൊടുക്കുകയാണ്. ഓക്കെ. ഇനി നമ്മളിങ്ങനെ നോക്കാൻ പോവാണ്. അപ്പോൾ അപ്പോൾ ട്രാൻസ്മിഷൻ റേഡെപ്ത്ത് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതാണ് വ്യൂ. ഇപ്പോൾ ട്രാൻസ്മിഷൻ്റെ റേഡെപ്ത്ത് 0 ആണ്. ഇത് നമ്മൾ 1 കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. 2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ബോൾ കാണാൻ പറ്റും. 3 കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല, കാരണം ഫസ്റ്റ് ടൈം ബൗൺസ് ആയിട്ടുള്ളൂ. 4 കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ ബോൾ കാണാൻ പറ്റും. 5 കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല, ആദ്യത്തെ ടൈം തട്ടിയിട്ടുള്ളൂ. 6 കൊടുത്തു കഴിഞ്ഞാൽ മൂന്നാമത്തെ ബോൾ കാണാം. 7 എടുത്തു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. 8 കൊടുത്തു കഴിഞ്ഞാൽ എട്ടാമത്തെ ബോൾ കാണാം. 9 എടുത്തു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല, കാരണം ഫസ്റ്റ് പ്രതലം തട്ടിയുള്ളൂ. 10 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ അങ്ങോട്ടായിട്ട് കാണാം. ഓക്കെ. ഇതാണ് ട്രാൻസ്മിഷൻ ഡെപ്ത്ത്. ഇത് ഈ ഡെപ്ത്ത് കുറയുന്നതനുസരിച്ച് നമ്മൾ കാണുന്ന വ്യൂവും കുറഞ്ഞു വരും. ഓക്കെ. ഇത്രേ ഉള്ളൂ. ഇതാണ് ട്രാൻസ്മിഷൻ റേഡെപ്ത്ത്. ഇനി അടുത്തത് വോളിയം റേഡെപ്ത്ത്. അത് നമുക്ക് അടുത്ത ചാപ്റ്ററിൽ പഠിക്കാം.